ബഹുമാനപ്പെട്ട സഹാബി നബി തങ്ങളോട് ചോദിച്ചു, അയ്യുൽ കസ്ബി അഫ്ളലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ശ്രേഷ്ഠമായ കച്ചവടം ഏതെന്നറിയിച്ചു തരുമോ നബിയേ? قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, അബലുർ റജുലി ബിയദൈ വകുല്ലു ബൈഇൻ മബ്റൂർ. ഹലാലായ പൈസ കൊണ്ട് സമ്പാദിക്കുന്ന സമ്പാദ്യവും ഒരു സഹോദരന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്ന അധ്വാനവുമാണ് യഥാർത്ഥ കച്ചവടമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ കൊള്ള പലിശ, ചുമ്മാ ലോട്ടറി എടുത്ത് കിട്ടുന്ന കാശ്, ആരാനെ പറ്റിച്ച് കിട്ടുന്ന പൈസ, ഇൻഷുറൻസിലൂടെ കിട്ടുന്ന കാശ്, 10,000 അടയ്ക്കുമ്പോൾ 10 ലക്ഷം കിട്ടുന്നു. എന്ത് ന്യായം? മോള് പ്രസവിക്കുമ്പോൾ ലേബർ റൂമിൽ വെച്ച് നോക്കും, പെണ്ണാന്നോ, ഇടാ ഇൻഷുറൻസ് വാ ഇങ്ങോട്ട്, എന്നാ എന്റെ മോടെ പേർക്ക് ഒരു 5,000 കിടക്കട്ടെ. 18ാമത്തെ വയസ്സാകുമ്പോൾ 5.5 ലക്ഷം 6 ലക്ഷം അതെടുത്ത് ഒരുത്തന്റെ തലമണ്ടയ്ക്ക് വെച്ചു കൊടുക്കും, എന്നാ എന്റെ മോക്ക് വേണ്ടി 6 ലക്ഷം. ഈ ഹറാമ് തിന്നതിന് ഇവന് കൂലി, മേടിച്ചതിനും കൂലി, ഈ കൊടുക്കുന്ന പാവം പിടിച്ച ഇവൻ വന്ന് ചെറുക്കം വന്ന് ഈ പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോകുന്നതിനും കൂലി, എല്ലാത്തിനും കൂലി. ഇടിയോടെ ഇടി, ഒരു സുഖവും കാണൂല ഇടിക്കും. എങ്ങനെ ജായിസാവപ്പ 5,000 രൂപ കൊടുത്തിട്ട് 5 ലക്ഷം വാങ്ങാന്ന് പറഞ്ഞാല് എന്നെ പറയുന്നത്, ഓ ലൈഫ് ഇൻഷുറൻസ് കുഴപ്പമൊന്നുമില്ല, ജായിസാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമ്പാദ്യത്തിന് ഒരു ഹലാലായ അതിന് ഇൻട്രസ്റ്റ് എന്ന് നാട്ടുകാർ പേര് വെച്ചാലും അത് ഇവർ കച്ചവടം ചെയ്യുക. കച്ചവടം ചെയ്തിട്ട് അതിൻ്റെ ഒരു വിഹിതം നമുക്കറിയാം. വിഹിതം ഈ കച്ചവടം ഇത് എവിടെയാ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ഇൻഷുറൻസിന്റെ പൈസ കൊണ്ടുപോയി. ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, പോട്ടെ. ഇന്നലെ ആൾക്കാർ പറഞ്ഞ് റമദാന്റെ ഒന്നും പറഞ്ഞില്ല. റമദാന ഇതൊക്കെ പിന്നല്ല, വേറെ എന്ത്, ചുമ്മാ പോയി നോമ്പ് പിടിച്ചിട്ട് കഞ്ഞിയും കുടിച്ചിട്ട് ഏമ്പക്കം പിടിച്ചിട്ട് വന്ന നോമ്പ് ശരിയാവും? ഈ റമദാൻ പറഞ്ഞാൽ എന്താ സംഭവം? എല്ലാരും വിളിക്കുന്നത് റമദാൻ ചുമ്മാ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് റമദാന്റെ നോമ്പ് ശരിയാവാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അള്ളാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പാവ ഉമ്മത്തിനത് മനസ്സിലാവുന്നില്ല. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള വിഷയമായി പറയുന്നത്. ചുമ്മാ വാള് കേട്ടിട്ട് ചുമ്മാ കുറെ പാട്ടും പാട്ട് എഴുന്നേറ്റ് പോയ എന്താ 2 ദിവസം ഒന്ന് പ്രസംഗിച്ചത്, എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഇന്നലെ പറഞ്ഞു കുടുംബ ബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് ആരെങ്കിലും ചേർത്തോ? ചേർത്ത ഒരാളെന്ന് കൈവൊക്കെ ഒരു ദ്വാരക്കട്ടെ. ആരെങ്കിലും ഒരാൾ ചേർത്ത ഒരാൾ കൈവ പേടിയാക്കണ്ട. എന്താ? ആരെങ്കിലും ഒരാൾ സലാം പറഞ്ഞോ പോയി ആരോടെങ്കിലും? സ്വർഗത്തിൽ പോകണം താല്പര്യം ഇല്ലായിരിക്കും അല്ലേ? നല്ലൊരു സഹോദരൻ പറഞ്ഞൂടെ 50% എതിർത്ത് ഭിന്നിച്ചിരിക്കുകയാണെന്ന്. എങ്ങനെ സ്വർഗത്തിൽ പോകും? സലാം പറയണ്ടേ പോയി? ഒരു സലാമെങ്കിലും ചൊല്ലി നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിലനിർത്തണമെന്ന് നബി തങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ പൈസ ഒന്നും കൊടുത്തില്ല, കുഴപ്പമില്ല, ഒരു സലാമെങ്കിലും പറ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കേട്ടോ? അപ്പൊ കുടുംബം എന്താ ആരെയും മുറിച്ചിട്ടില്ല എന്നർത്ഥം ഇല്ലേ? കുടുംബം എന്താ മുറിക്കാത്തൊരു കൈയൊന്ന് പൊക്കെന്ന് പറഞ്ഞാൽ പൊക്കോ? എന്തിനാവസ്ഥ അത് ഈ പരീക്ഷണം ഞങ്ങളോട് നടത്തുന്നത്? നന്നാവാൻ വേണ്ടിട്ട്, രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ ഈ ചോദിക്കുന്നത്, അല്ല മറ്റൊന്നും അല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. വയസ്സായി മരിക്കാറായി, ഇനിയെങ്കിലും സംസാരിക്കാതെ മിണ്ടാതെ കഴിഞ്ഞുപോയിട്ട് എന്ത് ചെയ്യാൻ? ഇത് ഒരു ഹദീസ് ഞാൻ ഓർമ്മ വരുന്നത്. പക്ഷെ ചിലർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതായത് നമ്മൾ അങ്ങോട്ട് പോയി സലാം പറഞ്ഞാലേ അവന്റെ പ്രതികരണം എന്തായിരിക്കും, അങ്ങനെ ഒരു ചെറിയ ഒരു കോംപ്ലക്സ് ഉള്ളവരുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് സലാം പറഞ്ഞ് ആഗ്രഹിച്ച്, പക്ഷെ അങ്ങോട്ട് പോയ അവന്റെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ അങ്ങോട്ട് സലാം പറയാൻ പോകുമ്പോൾ അവന്റെ കയ്യിൽ വല്ല ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. ചിലപ്പോ എന്തെങ്കിലും ഒരെണ്ണിട്ട് വീക്കിയാലോ. അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി നബി തങ്ങളുടെ സവിധത്തിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ദബി അർഹാം, എനിക്ക് കുറെ സ്വന്തക്കാരുണ്ട് നബിയേ, കുറെ ബന്ധുജനങ്ങളുണ്ട് നബിയേ, അസിലു, ഞാൻ അവരുമായി ചേർന്ന് താമസിക്കുന്നു നബിയേ, അവർ എന്നെ മുറിച്ചു മാറ്റുന്നു യാ റസൂലല്ലാഹ്, അവർ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ മാപ്പാക്കി കൊടുക്കുന്നു നബിയേ, അവരെന്നോട് അക്രമം കാണിക്കുന്നു യാ റസൂലല്ലാഹ്, ഞാൻ അവരോട് ഉപകാരം ചെയ്ത് അടുക്കുന്നു നബിയേ, അവരെന്നോട് അതിക്രമം പ്രവർത്തിക്കുന്നു, എന്നോട് അപമര്യാദയായി പെരുമാറുന്നു നബിയേ, അതുകൊണ്ട് ഞാനും അവരുമായി പരിപൂർണമായി ബന്ധം വിച്ഛേദിച്ച് ജീവിക്കട്ടെ യാ റസൂലല്ലാഹ്. നമ്മുടെ സംശയം
ഞാൻ അങ്ങോട്ട് പോയി നോക്കുന്നു, ഞാൻ സലാം പറയുന്നു, ഞാൻ പോയി ബന്ധപ്പെടാൻ നോക്കുന്നു. പക്ഷെ ഇവർക്കത് ഇഷ്ടമല്ല. ഇവരിതെല്ലാം എന്നെ കാണുമ്പോൾ മുതുകു തിരിഞ്ഞു പോകുന്നു. ഇവരുടെ മുഖത്ത് എന്നൊക്കെ കയർത്ത് സംസാരിക്കുന്നു, എന്നോട് ദേഷ്യ സ്വഭാവത്തോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ പ്രവർത്തിക്കട്ടെ നബിയെ. അപ്പൊ അവരുമായിട്ട് ഞാനും അങ്ങനെ പ്രവർത്തിക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഇദൻ തത്റുകൂന ജമീഅ, നീ അങ്ങനെ പ്രവർത്തിക്കരുത്. അവരങ്ങനെ ചെയ്തോട്ടെ, നീ അതങ്ങോട്ട് വിട്ടുകള, നീ അതൊരു വലിയ കാര്യാക്കണ്ട. വലാകിൽ ജുദ്ബിൽ ഫളലി വഹസിൻ ഇലൈഹിം, അവരോട് നല്ല നിലയിൽ പ്രവർത്തിക്കണം, അവരോട് ഔദാര്യത കാണിക്കണം, അവരോട് മാന്യത കാണിക്കണം. അങ്ങനെ നീ കാണിച്ചാൽ ഫഇന്നല്ലാഹ ലയസാലു ഫഇന്നക ലയസാലു മഅല്ലാഹി ലഹീറുൻ മിൻ അലാ മാ കുന്ത ദാലിക ഔ കമാ ഖാല റസൂലുള്ളാഹി. നീ അങ്ങോട്ട് പോയി നിന്റെ കുടുംബ ബന്ധത്തോട് ചേർന്ന് സഹവസിക്കുന്നിടത്തോളം കാലം അല്ലാഹു തആല നിനക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിനക്ക് അല്ലാഹ് സഹായം ചെയ്യും. അതാണ് നിനക്ക് വേണ്ടത്, അതല്ല നരകമാണോ വേണ്ടത്? അത് നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ. ഇനി നിങ്ങൾ സലാം പറഞ്ഞാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. പറയേണ്ട ബാധ്യത എനിക്കുള്ളതാണ്, ചെയ്യേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ്. അതല്ലാതെ ഒരു ഉസ്താദിൽ പെണ്ണ് കെട്ടിക്കുന്ന പോലെ രണ്ടുപേരുടെയും കൈക്ക് പിടിച്ചു സൗവിച്ചു കാൻകത്തുക്കാൻ നിന്നെ പറയാൻ പറ്റുമോ? വേണമെങ്കിൽ പോയി ചൊല്ല്, സ്വർഗത്തിൽ പോകണമെങ്കിൽ. എൻ്റെ വിഷയത്തിലേക്ക് വാ. എല്ലാം നമ്മുടെ വിഷയം തന്നെയാണ്. ഇങ്ങനെ തക്കുവായിൽ കിടക്കുന്നേ ഉള്ളൂ. നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ തീർക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ എന്ത് കച്ചവടമാണ് നല്ലത്? അമലുർ റജുലി ബിയദിഹി, അവന്റെ കൈകൊണ്ട് ചെയ്യുന്ന ജോലി. വകുല്ലു ബൈഇൻ മബ്റൂർ, എല്ലാ ഹലാലായ കച്ചവടം. അപ്പോ ലോൺ എടുത്തിട്ട് കച്ചവടം ചെയ്യരുത് നടത്തും. അപ്പൊ അതിനകത്ത് എന്ത് പറ്റിപ്പോയി? മബ്റൂർ അല്ല, പലിശയായി പോയില്ലേ? 10,000 രൂപയ്ക്ക് നമ്മൾ ലോൺ എടുത്തിട്ട് കച്ചവടം ചെയ്യുമ്പോൾ അടയ്ക്കുമ്പോൾ അത് കൂടുതൽ അടയ്ക്കണ്ടേ? അപ്പൊ അത് പലിശയായി പോയില്ലേ? പലിശയായി പോലെ നബി തങ്ങൾ പറയുകയാ, ഫൈന്നർ റജുലൽ മുഅ്മിന ലയഖ്തരിഫുൽ ലുഖ്മത മിനൽ ഹറാമി ഇലാ ഫീഹി ലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 യൗമാ. ഒരു മുഅ്മിനായ സഹോദരൻ ഹറാം കലർന്ന സമ്പാദ്യം അവന്റെ വായിലേക്ക് ഉയർത്തി അവൻ ഭക്ഷിച്ചാൽ ഫലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 യൗമാ, 40 ദിവസത്തോളം അവന്റെ ദുആക്കളോ അവന്റെ ആരാധനാ കർമ്മങ്ങളോ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അങ്ങനെ ദുആ ചെയ്താൽ സ്വീകരിക്കും? പിന്നെ അങ്ങനെ എന്നിട്ട് അള്ളാഹു കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹു കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദുആ ചെയ്ത ആ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം ഇതാണ്. പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഹറാം. مطعمه حرام ومشربه حرام وملبسه حرام فأنى يستجاب له. ഒരു പാവപ്പെട്ട ഒരുവൻ അഴുക്ക് പിടിച്ച വസ്ത്രവും അഴുക്ക് പിടിച്ച ശരീരവുമായി മുടിപടലങ്ങളെല്ലാം വികൃത കോലത്തോട് അള്ളാഹുവിനോട് വിളിച്ചു പറയുന്നു, യാ റബ്ബി യാ റബ്ബി, ഓ രക്ഷിതാവേ എന്ന് വിളിച്ചു പറയുമ്പോ ഈ അടിമയെ നോക്കിയിട്ട് അള്ളാഹു പറയുകയാ, ഏ അടിമേ, നീ കഴിച്ച ഭക്ഷണം ഹറാമാ, നിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം ഹറാമാ, നീ കുടിച്ച വെള്ളം ഹറാമാ, നീ പിന്നെ എന്റെ ദർബാറിലേക്ക് നോക്കിയിട്ട് യാ റബ്ബി എന്ന് വിളിച്ചാൽ ഫഅന്നാ യുസ്തജാബു ലക, നിനക്ക് എങ്ങനെയാണ് ഞാൻ മറുപടി നൽകുക? അതാണ് ദുആ ചെയ്തിട്ട് മറുപടി കിട്ടാത്തത്. അതല്ലാതെ ദുആ ഇരുന്ന അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. മൻ ഫുതിഹ ലഹു ബാബുദ് ദുആഇ മിൻകും ഫുതിഹത് ലഹു അബ്വാബുൽ ഇജാബ കമാ ഖാല റസൂലുള്ളാഹി. ആരെങ്കിലും ദുആയുടെ വാതിൽ തുറന്നാൽ അല്ലാഹു ഇജാബത്തിന്റെ ഉത്തരത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആയുടെ വാതിൽ തുറന്നാൽ അല്ലാഹു ഇജാബത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. ദുആ ഇരുന്നാൽ സ്വീകരിക്കും. പക്ഷെ സ്വീകരിക്കാതെ വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം, എന്തോ അകത്ത് കട്ട് കിടപ്പുണ്ട്. കട്ട്, കോഴിയിറച്ചി, കോഴിയെ കണ്ടിക്കുമ്പോൾ ഒരു കട്ടെന്ന് പറയില്ല, ഒരു കറുത്തൊരു സാധനം, അത് കയ്പുള്ള സാധനം, അതെടുത്ത് കളഞ്ഞ് നമ്മൾ എങ്ങനെയാണ് കോഴിയിറച്ചി ശുദ്ധീകരിച്ചെടുക്കുന്നത്, അതേപോലെ എന്തോ അകത്ത് കിടപ്പുണ്ട്, അതുകൊണ്ട് ദുആ സ്വീകരിക്കാത്തത്.
നബി തങ്ങൾ പറഞ്ഞു ലാ തഅജിസു ഫി ദുആഇ മിൻകും, നിങ്ങളിൽപ്പെട്ട ആരും ദുആയിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. ഫഇന്നഹു ലൻ യഹ്ലിക അഹദുൻ മഅ ദുആ, ദുആ ചെയ്ത് ആരും നശിച്ച ചരിത്രമില്ല, ദുആ ചെയ്ത് സ്വീകരിക്കപ്പെടാത്ത സംഭവമില്ല. അതുകൊണ്ട് ദുആ ചെയ്തോ, ദുആയിൽ നിന്ന് നിരാശരാകരുത്. ഇത്രയൊക്കെ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചതിനെ മനസ്സിലാക്കണം. നമ്മൾ ഈ ചെയ്തിട്ട് സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താ? എന്തോ നമ്മുടെ പ്രശ്നമാണ്. അതിന് അള്ളാഹും റസൂലും കുറ്റം പറയരുത്. അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ച് മാറ്റി ഒരു നിയത്തെട്. അള്ളാഹു, ഇനി പലിശയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളൊക്കെ ഞാൻ തീർത്തേക്കാം, പണയം വെക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഞാൻ നിങ്ങൾ വിറ്റേക്കാം, വിറ്റിട്ട് പുതിയ വാങ്ങിച്ചൂടെ? ഇതിപ്പോ 2000 രൂപ കൊണ്ട് അടച്ചിട്ട് 6000 രൂപയ്ക്ക് തിരിച്ചെടുക്കുന്നത്, ആ സമയം കൊണ്ട് പുതിയൊരു സ്വർണം വാങ്ങിക്കൂടെ? ചിന്തിക്കാത്ത കൊണ്ടാണ് ഈ പ്രശ്നം. ഈ പറയുന്ന പോലെ LIC പരിപാടികളൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം എന്ന് നിയത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ? ഇൻഷാ അല്ലാഹ് പറ. ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല, നമുക്കൊരു പ്രശ്നവുമില്ല. പറയേണ്ടത് പറയാം. നമ്മൾ നമ്മുടെ ഭാഗം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ആഖിറത്തിൽ ചെല്ലുമ്പോൾ കെട്ടിയോനും കാണൂല, കെട്ടിയോളും കാണൂല, അയൽവക്കക്കാരനും കാണൂല, ഇൻഷുറൻസ് കമ്പനിക്കാരനും കാണൂല, നാട്ടുകാരനും കാണൂല, വീട്ടുകാരനും കാണൂല, ഉസ്താദും കാണൂല, മോദിനും കാണൂല, മൊല്ലക്കായും കാണൂല, കാക്കായും കാണൂല, ആരും കാണൂല.